ഈ തരത്തിൽ നിയമസഭാ വേദിയെ ഗീബൽസിയൻ തന്ത്രങ്ങൾ ഉപയോഗിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ, രാഷ്ട്രീയ പ്രചരണം നടത്താൻ ഉപയോഗിക്കരുത് എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. അതോടൊപ്പം ഈ വരുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ നിന്ന് 99 MLA-മാരടക്കമുള്ള മന്ത്രിമാരെല്ലാവരും കൂടി വരികയാണ്. ശരാശരി ഒരു 50,000 രൂപ ഒരാളുടെ ചെലവ് കണക്കാക്കിയാൽ വിമാനയാത്രാക്കൂലി, ടാക്സി കൂലി, ഭക്ഷണക്കൂലി, ഹോട്ടൽ ചെലവ് 50 ലക്ഷം ചെലവാക്കാൻ പോവാണ്. 1/2 കോടി ഉറുപ്പിക. ഈ 1/2 കോടി ഉറുപ്പിക സംസ്ഥാനത്തിൻ്റെ ഏത് ചെലവിലാണ് പെടുത്താൻ പോകുന്നത്? 1/2 കോടി ഉറുപ്പിക ചെലവഴിക്കുന്നത് സംസ്ഥാനത്തിന് എന്ത് പ്രയോജനം കിട്ടാനാണ്? 1/2 കോടി ഉറുപ്പിക ചെലവാക്കിക്കൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ പ്രചരണം നടത്താൻ വേണ്ടിയിട്ടുള്ള നെറേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ജനങ്ങളെ കടക്കണിയിൽ നിന്ന് വീണ്ടും കടക്കണിയിലേക്ക് തള്ളിവിടാൻ, ക്ഷേമ പെൻഷൻ കിട്ടാത്ത ആളുകൾക്ക് അടുത്ത 4 മാസം കൂടി ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടാക്കാൻ ഈ 1/2 കോടി രൂപ ചെലവഴിക്കേണ്ടതുണ്ടോ എന്നുകൂടി സംസ്ഥാന ധനകാര്യമന്ത്രി ഇന്നത്തെ ബജറ്റിൽ അതിനു വേണ്ടിയിട്ട് എത്ര പണം ചെലവഴിച്ചു, എത്ര പണം നീക്കി വെച്ചിട്ടുണ്ട് എന്നെനിക്ക് അറിയില്ല. അതുകൂടി ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നുവെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ബോധ്യമായി. അല്ല, കാർഷിക മേഖലയിൽ ഈ 10 രൂപ കൂട്ടിയപ്പോഴാണ് മനസ്സിലായത്. ഇടതുപക്ഷ മുന്നണി പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് ഞങ്ങൾ റബ്ബറിൻ്റെ താങ്ങുവില 250 രൂപയാക്കുന്നായിരുന്നു. മാത്രമല്ല, നമ്മുടെ തോമസ് ചാഴിക്കാടൻ പാലയിൽ പ്രസംഗിച്ചപ്പോൾ എന്താ ഇത്ര ക്ഷുഭിതനായത് എന്നുള്ളതും ഇപ്പോൾ വ്യക്തമായി. കാരണം 10 രൂപ അത് പ്രസംഗം പൂർത്തിയാക്കിയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞിരുന്നുവെങ്കിൽ ജനങ്ങൾക്ക് ഈ മിനിമം സപ്പോർട്ട് പ്രൈസ് അല്ലെങ്കിൽ താങ്ങുവില കൂട്ടേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യമായനെ. അത് പ്രസംഗിക്കാൻ പാടില്ല. 10 രൂപയാണ് കൂട്ടിയിരിക്കുന്നത്. അത് തന്നെ എവിടുന്ന് കൊടുക്കും? പണം കൊടുക്കാനുള്ള സംവിധാനത്തെക്കുറിച്ച് യാഥാർത്ഥ്യബോധത്തോടു കൂടിയിട്ടുള്ള കണക്കുകൾ അവതരിപ്പിക്കാതെ ജനങ്ങളെ വഞ്ചിക്കുന്ന, ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന കണക്കുകൾ അവതരിപ്പിക്കുന്നതിന് നിയമസഭയെ വേദിയാക്കരുത് എന്നാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത്. അല്ല, ഒന്നാമത്തെ കാര്യം, അവർക്ക് പിന്തുണ നൽകും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളതും കൂടി വ്യക്തമാകണം. കാരണം പിന്തുണ നൽകും എന്ന് പറഞ്ഞാൽ അവർക്ക് ഭൂമി എടുത്തു കൊടുക്കുന്നതാണോ, അതോ മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ നയത്തിൽ തിരുത്തു വരുത്തിയോ? അത് ഗോവിന്ദ മാഷോടുള്ള ചോദ്യമാണ്. ഗോവിന്ദ മാഷാണ് അതിന് മറുപടി പറയേണ്ടത്. മറ്റുള്ള സംസ്ഥാനങ്ങളൊന്നും ഞങ്ങളുടെ കയ്യിൽ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് സമരം ചെയ്യുന്നില്ല. അവരവരുടെ വിവേചനം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അതല്ലാതെ ഞങ്ങൾ കടക്കെണിയിലാണെന്ന് ഒരു സംസ്ഥാനത്തിൻ്റെയും ചീഫ് സെക്രട്ടറി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തിട്ടില്ല. അങ്ങനെ സത്യവാങ്മൂലം കൊടുത്തിട്ടുള്ള ഒരൊറ്റ സംസ്ഥാനമേ ഉള്ളൂ. മാത്രമല്ല, ഇവർ തന്നെ 2016 പറഞ്ഞിട്ടുണ്ട്, കേരളം മൂലധന നിക്ഷേപം വളരെ കുറവാണ്, സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന്. അത് വർദ്ധിപ്പിക്കുകയല്ലാതെ കഴിഞ്ഞ 6 കൊല്ലക്കാലം കൊണ്ട് അത് കുറച്ചു കൊണ്ടുവരാൻ എന്ത് നടപടിയെടുത്തു എന്നെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ആശ്വാസമായേനെ.